മേടിച്ചോ പൊട്ട് മേടിച്ചോ? വള മേടിച്ചാ മതി, പൊട്ടം കൂടി ഉണ്ടല്ലോ. കാര്യം പറയട്ടെ, നമുക്ക് ഈ ലൈറ്റിൽ വന്നിട്ട് നല്ലൊരു സെൽഫി എടുക്കാം. ഈ സെൽഫിയില്ലേ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവങ്ങള്. എടി ഇതിൽ നിന്റെ പ്രതിബിംബം വന്നേക്കണ്. അല്ല പ്രതിബിംബം പോലടാ, ഞാൻ ഇവളുടെ അമ്മായിയാണ്. എടി നീ മാളിലാണ് വന്ന് നിൽക്കണ, പഠിക്കാൻ പോണെന്ന് പറഞ്ഞ കാലത്ത് ഇങ്ങോട്ട് ഈ മാളില് ഇവനൊക്കെ ഇട്ട് ചുറ്റി കളിച്ച് കണക്കാണ് അടി. മാമൻ വന്നിട്ടില്ല, ഞാൻ ഒറ്റക്കാണ്. മാമൻ കൂടി വരേണി നിന്നെ കൊന്നു കൊല വിളിക്കും അറിയാമോ? ടോണി 1 മിനിറ്റ്, അമ്മായി ഇങ്ങ് വന്നേ. എന്റെ പൊന്നു തള്ള, നിങ്ങ ഇവിടെ ആരെ കാണാൻ വേണ്ടി വന്നേ? ഇങ്ങനെ നാട്ടിക്കാൻ വേണ്ടി വന്നേണോ? എടി ഞാനൊരു ഓഫർ കണ്ടിട്ട് വന്നതാണ്. എന്ത് ഓഫർ? അതായത് ആ തുണിക്കടയിൽ നിന്ന് 1000 രൂപക്ക് എന്ത് മേടിച്ചാലും ഒരു സാരി ഫ്രീ എന്ന് പറഞ്ഞു. എന്നിട്ട് 1000 രൂപക്ക് എന്തെങ്കിലും മേടിച്ചാ? ഞാൻ 1000 രൂപക്ക് ചില്ലറ മേടിച്ച് ആ ദുഷ്ട സാരി തന്നില്ലടി. അപ്പൊ അവനെ കൊല്ലണ്ട അവനെ. എന്റെ പൊന്നമ്മായി, ഞാനേ സ്കൂളിലെ ഒരു നല്ല പുളിങ്കൊമ്പ് നോക്കി സെറ്റാക്കി നിർത്തിയേക്കണേ. നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കല്ലേ. നീ പുളിങ്കൊമ്പി പിടിക്കണ നല്ലതാണ്, പക്ഷെ പുളി തിന്നാതെന്നോ. അമ്മായി ടോണി, ഇതെന്റെ മാമിയാണ്. അമ്മയാണ് അമ്മയ്യനെ അനുഗ്രഹിക്കണം. അമ്മായിനെ അമ്മായി എന്ന് വിളിച്ചോട്ടെ. അമ്മായിനെ പിന്നെ അമ്മൂമ്മന്നാണ് വിളിക്കണത്. നീ എന്റെ കാര്യം നോക്കിപ്പോടാ. എന്തെങ്കിലും ചൂടാണോ വിളിക്കരുത്? എടക്ക് അങ്ങനെയാണ്. ഇവിടെ അച്ഛൻ കാനഡയിൽ നിന്നവൻ എന്ന് പറഞ്ഞത്. കാനഡ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരും. കാനഡയിൽ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇവിടെ എത്താനായിട്ട് അങ്ങനെ ശരിയാവത്? എടാ മുനിസിപ്പാലിറ്റി കാനഡയുടെ ഈ വേസ്റ്റും കോരിയിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഫ്ലൈറ്റിലൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരി. അപ്പൊ ഞാൻ IT പാസ്സായി കഴിഞ്ഞാൽ എന്നെ കാനഡ കൊണ്ടുവന്ന് പറഞ്ഞു കൂടെ ഡാഡി. അതിന് IT പാസ്സാവണ്ട. അതായത് ഒരു ഷവോലായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതി, അങ്ങോട്ട് നിനക്ക് പണി തരും. മുനിസിപ്പാലിറ്റിയിൽ പറ്റിച്ചാണല്ലേ? അല്ല, നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാണ് വളർത്തിയാക്കണത്? നല്ല സ്വഭാവത്തോടുള്ള വളർത്തിയാക്കണ. ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ വളർത്തിയാക്കണ. ഇവരുണ്ടല്ല പിള്ളേര് യൂണിഫോം ഇട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവർ ചോദിക്കാൻ എത്ര ആൾക്കാരൊക്കെ ഇവിടെ കടയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. നിങ്ങൾ കുറെ കൈയടിച്ചാൽ മതിയല്ല. ഇവിടെ എന്ത് സംഭവിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുമില്ല. നിങ്ങൾക്കും ചോദിച്ചറിയാമോ? കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അത് എവിടെ കൊണ്ടുപോകുന്നാവോ? നമുക്ക് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി പാർലർ ഏട്ടാ. നിങ്ങളൊരു മാന്യനായതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അതെ, ഞാൻ മാന്യനാണ്. എന്താണ് സ്കൂൾ യൂണിഫോം ഇട്ട് കുറെ പിള്ളേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേരാ PTA സ്ഥിരം വന്ന കംപ്ലൈന്റ്. അതായത് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും ഒരു ചോദ്യം അവർക്ക് ചോദിക്കാൻ നേരമില്ല. ചോദിക്കാം. സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല. അവരെവിടെ? മാന്യ ചോദിക്കും. അയ്യോ, അവരവിടെ പോയി. അത് ശരി, ഞങ്ങളോടാണ് അവരെവിടെ പോയി? അവരവിടെ രാവിലെ വിളിച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന സ്കൂളിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ കടയിലോട്ട് മാറിയിട്ടുണ്ട്. എവിടെ ഇവിടെ പൊളിച്ച് നിൽക്കട്ടെ. ഇവിടെ പാടി കാരണക്കാരൻ നീയാണ്. തീരുമാനം ഉണ്ടാക്കാണ്ട് എവിടെ മാന്യൻ പോയി കളഞ്ഞില്ല. അവൻ ഒളിച്ചു നിൽക്കണം. ഒരു കാര്യമില്ല തരുന്നതാണ് നിങ്ങൾ പോരുത്. ഇതാണ് മക്കള്. എന്താണ് നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്? ഇതില്ലേ എന്നെ ബയോളജി പഠിപ്പിക്കുന്ന രജുലാൽ സാറാണ്. ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കണ മേരി ടീച്ചറാണ്. ഇവർ രണ്ടുപേരും ഒരു കെമിസ്ട്രി ഉണ്ട് കണ്ടപ്പാ. ടോണി, സ്റ്റാൻഡ് അപ്പ്. പരാഗണവും പരപരാഗണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിലെന്താണ് വ്യത്യാസം? ഞാൻ പറയാല്ല. ഇത് പരാഗണം, ഇത് പരപരാഗണം.